ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ കാണുന്നത് പോലെ തന്നെ ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിലും എബ്രായർക്ക് എഴുതുന്ന ലേഖനത്തിലും ഒക്കെ ആത്മീയ ശൈശവത്വത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ള നിലയിൽ കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനത്തിലും ഒക്കെ പ്രതിപാദിക്കപ്പെട്ട ഒരു വിഷയമാണ് അത് എന്നും, അങ്ങനെ ആത്മീയ പക്വതയില്ലായ്മയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സാധാരണഗതി കൊച്ചു കുഞ്ഞുങ്ങളെ പറ്റി പറയുന്ന പോലെ പാലേതാ വിഷമേതാന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുപോലുള്ള ഒരു അനുഭവമാണ്. സുവിശേഷമേതാ തത്വജ്ഞാനമേതാ, ഈ പറയുന്നത് നിർമ്മല സുവിശേഷമാണോ അതോ അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണോ ഈ പറയുന്നത് എന്ന് ഗ്രഹിക്കാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ ഇന്ന് വായിച്ചതുപോലെ തന്നെ അത് ഞാൻ വേറൊരു ട്രാൻസ്ലേഷനിൽ വായിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പറയുന്നത് 8-ാം വാക്യം, ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ നോക്കണം. വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും നിങ്ങളെ ആരും ഇരയാക്കാതിരിക്കാൻ നോക്കണം എന്ന് പറഞ്ഞേക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ 8-ാം വാക്യത്തിൽ നമ്മുടെ വായിക്കുന്ന ഇതിൽ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ, നിങ്ങളെ ആയി പോകാതിരിക്കാൻ, നിങ്ങൾ സ്വയം കൊള്ളയടിക്കപ്പെട്ട് പോകാതിരിക്കാൻ, നിങ്ങളെ ആരും കവർന്നെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഇത് തന്നെ സമാനമായ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഗലാത്യർ എന്ന ലേഖനത്തിൽ വായിക്കുന്നത്. നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ എന്നാ ചോദിക്കുന്നത്. കാരണം അവരുടെ ആത്മീയ ശൈശവത്വം നിമിത്തം ന്യായപ്രമാണത്തിലുള്ള ആശ്രയിച്ച് അതിലുള്ള പ്രശ്നം എന്താ, ദൈവകൃപയിൽ ഉള്ളതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ആ കൊച്ചു ആത്മീയമായിട്ട് ആ പാല് കുടിക്കുന്ന പ്രായത്തിൽ തന്നെ സുവിശേഷം അറിയിച്ചിട്ട് പൗലോസ് പോയപ്പോൾ പുറകാലേ വന്നു സുവിശേഷമല്ലാത്ത ഒരു സുവിശേഷം, യഥാർത്ഥത്തിൽ സുവിശേഷമല്ലാത്തൊരു സുവിശേഷം അവിടെ പ്രസംഗിക്കപ്പെട്ടു എന്ന് നമ്മൾ കാണും. ഏകദേശം സമാനമായ സാഹചര്യമാണ് എബ്രായർക്ക് എഴുതുന്ന ലേഖനത്തിലും. പിന്നെയും ശൈശവത്വത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ആയിത്തീരുകയും പിന്നെയും ആദിപാഠങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനത്തിലും പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇടിക്കെ നിങ്ങൾ ജഡികന്മാരും മറ്റു മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ എന്ന് അതിൻ്റെ 3-ാം അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോൾ പൊതുവേ ഈ ആത്മീയ ശൈശവത്വത്തിലായിരിക്കുന്നത് കൊണ്ടാണ് പലർക്കും നെല്ലേതാണ് പതിരേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പലപ്പോഴും സുവിശേഷമാണെന്നും ദൈവീക ജ്ഞാനമാണെന്നും വിചാരിച്ച് മനുഷ്യജ്ഞാനത്തിന് അവർ കീഴ്പ്പെട്ടു പോവുക. ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു 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 എന്താ പറയുന്നത്, ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു പതനത്തിൽ അവരായിത്തീരും. ബുദ്ധിപരമായിട്ട് അവരറിയാതെ ആത്മീയമാണെന്ന് തെറ്റിദ്ധരിച്ച് ബുദ്ധിപരമായിട്ടുള്ള തെറ്റായ ആശയങ്ങൾക്ക് അറിയാതെ കീഴ്പ്പെട്ടു പോവുകയും അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം അവരുടെ ചിന്ത മൊത്തം അങ്ങനെയായിത്തീരുകയും ക്രിസ്തുവിൽ നിന്നും കൃപയിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിച്ചു. അപ്പോൾ അതിന് റെമഡിയായിട്ട് നമ്മൾ ഇന്നലെ ചിന്തിച്ച അവിടെ നമ്മൾ കണ്ട കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ 2-ന്റെ 2-ാം വാക്യവും അതുപോലെ 2-ന്റെ 8-ാം വാക്യം ഇന്ന് കർത്താവിൻ്റെ ദാസൻ വിശദീകരിച്ചു. ക്രിസ്തുവിനോടും അവൻ്റെ സഭയോടും സഹോദരങ്ങളോടും ചേരേണ്ടതുപോലെ ചേർന്ന് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ക്രിസ്തുവിലുള്ള ശരിയായിട്ടുള്ള ആശ്വാസവും അവനിലുള്ള ജ്ഞാനവും അവനിലുള്ള സമ്പൂർണതയും ക്രിസ്തുവിലുള്ള ദൈവിക വെളിപ്പാടുകൾക്ക് നമ്മൾ അവകാശികളായിട്ട് തീരുന്നത്, പാത്രീഭൂതരായിട്ട് തീരുന്നത്, നമുക്കത് പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. അത് കേവലം ജ്ഞാനം എന്ന് പേരുള്ള ഒരു ജ്ഞാനമല്ല, യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ തേജസ്സിനായി മുന്നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ജ്ഞാനമത്രേ ഞങ്ങൾ പ്രസ്താവിക്കുന്നത് എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ഒരുവനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയാകുന്ന തിരുവെഴുത്തുകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് പോലെ ആ നിലയിലുള്ള ഒരു ജ്ഞാനമാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ പ്രധാനപ്പെട്ട കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് തന്നെ ജ്ഞാനവാദികളോടുള്ള ഏറ്റുമുട്ടലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നും അവർ പ്രസ്താവിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ കൺസെപ്റ്റുകൾ നമ്മൾ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞതാണ്. ഒരിക്കൽ കൂടെ പറയുകയാണ്, ഒരിക്കലും ഒരു ദൈവത്തിന് ജഡത്തിൽ വെളിപ്പെടാൻ കഴിയത്തില്ല. ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ആത്മീക ജീവിതം ജീവിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ക്രിസ്തു
ജഡത്തിൽ ജീവിച്ചു എന്ന് നമുക്ക് തോന്നിയിട്ടേ ഉള്ളൂ. സത്യത്തിൽ അദ്ദേഹം ജഡത്തിൽ ജീവിച്ചിട്ടില്ല. അദ്ദേഹം സ്നാനപ്പെട്ടപ്പോൾ അദ്ദേഹത്തിലേക്ക് ദൈവത്വം കടന്നു വരികയും ക്രൂശിൽ മരിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തെ വിട്ട് ദൈവത്വം വിട്ടുപോവുകയുമാണ് ചെയ്തത്. എന്നിങ്ങനെയുള്ള തെറ്റായ പഠിപ്പിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അവരുടെ അതിനോട് ചേർന്ന് തന്നെ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും ഒക്കെ രസിക്കുകയും ചെയ്യുന്ന നിലയിലുള്ള ചില അതാണ് ആത്മീയതയിലേക്കുള്ള പാത എന്ന് ചിന്തിക്കുന്ന നിലയിലും, യഹൂദന്മാരുടെ ന്യായപ്രമാണവും അതുപോലെ അതിനോട് ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിക്കുന്നതിലൂടെയാണ് രക്ഷ എന്ന് പഠിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങൾ അവിടെ നിലനിന്നിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ പറഞ്ഞേക്കുന്നത് ഈ റിയാലിറ്റി എന്ന് പറയുന്നത്, യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ തത്വജ്ഞാനത്തിലും തിയറിയിലും ഒന്നുമല്ല, അല്ലെങ്കിൽ സപ്പോസ് എന്ന് പറഞ്ഞ് നമ്മൾ മാനസികമായിട്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക ഇമാജിനറി വേൾഡിലല്ല. മനസ്സ് താലോലിക്കുന്ന കുറച്ച് ആശയങ്ങൾ പറഞ്ഞ് അത് പിന്നെ മനസ്സിൽ താലോലിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് യഥാർത്ഥത്തിലുള്ള ആത്മീയമായിട്ടുള്ള വിടുതലും സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്നാൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് തലമുറകൾക്ക് മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇന്ന് തൻ്റെ ഭക്തന്മാർക്കും അപ്പോസ്തലന്മാർക്കും അത് വെളിവായിരിക്കുന്നു. അത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കലും ദൈവത്തിന് അങ്ങനെ ഒരു മനുഷ്യനിൽ കടന്നു വന്ന് വസിക്കാൻ കഴിയുമോ? ദൈവസാന്നിധ്യം ഒരു മനുഷ്യനിൽ വസിക്കാൻ ഒരിക്കലും കഴിയത്തില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിൽക്കുന്ന സമയത്താണ് പറയുന്നത് ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒന്നാമത് ന്യായപ്രമാണ ദാതാവായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളോട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ള അതേ ആ ന്യായപ്രമാണ ദാതാവായ ക്രിസ്തു തന്നെ ആരെപ്പോലെ ആയി തീരും എന്ന് നമ്മുടെ ഹൃദയത്തിൽ പ്രത്യാശിക്കുന്നുവോ ആ മഹത്വത്തിന്റെ പ്രത്യാശ ആയ ക്രിസ്തു തന്നെ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്ന് വസിക്കുകയും നാം അവനെപ്പോലെ അനുദിനം നമ്മൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന അനുഭവമാണ്. അപ്പോൾ ഇതൊരു റിയാലിറ്റിയാണ്. അതാണ് അവിടെ ഒന്നാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ ആ ഫുൾനെസ് എന്നുള്ളതിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കാനായിട്ട് സമയത്തിൻ്റെ അപര്യാപ്തത മൂലം ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൻ്റെ ആകെത്തുകയെന്ന് പറയുന്നത് ക്രിസ്തുവിൽ ോടും അവൻ്റെ സഭയോടും ചേർന്ന് കഴിയുമ്പോൾ അങ്ങനെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും ഇതുപോലുള്ള തത്വജ്ഞാനത്തിൽ നിന്നും വെറും വഞ്ചനയിൽ നിന്നും ഒക്കെ നമുക്ക് വിടുതൽ ലഭിക്കാനും, അങ്ങനെ ഇന്നലെ നമ്മൾ വായിച്ചതുപോലെ അവനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുകയും അവനിൽ വേരൂന്നി ആത്മീയവർദ്ധന പ്രാപിച്ച് അടിസ്ഥാനപ്പെട്ടെന്ന് എഫേസ്യർ എഴുതുന്ന ലേഖനത്തിലാണ് വായിക്കുന്നത്. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും എന്തെന്ന് അതിന് ഏകദേശം സമാനമായി തന്നെ ഇവിടെ പറഞ്ഞേക്കാണ്. അവനിൽ വേരൂന്നി ആത്മീയവർദ്ധന പ്രാപിച്ച വേരെന്താണെന്നൊക്കെ അബ്രഹാം പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഉപദേശിച്ചതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ച സ്തോത്രത്തിൽ ഇനി ഈ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുന്നു പറയുമ്പം എപ്പോഴും എനിക്കൊരു സന്തോഷമാണ്. കർത്താവേ, പുതിയ നിയമത്തിൻ്റെ ആപ്ലിക്കേഷൻ പല സമയത്ത് വരുമ്പോഴും അതിൽ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ സന്തോഷത്തോടു കൂടെയുള്ള ഒരു സ്തോത്രമാണെന്ന് ഓർക്കുമ്പോൾ ഇന്ന് പകൽക്കാലവും കർത്താവെ, എന്നെ നീ വീണ്ടെടുത്തതിനായിട്ട്, എന്നെ രക്ഷിച്ചതിനായിട്ട്, എന്നെ സ്നേഹിച്ചതിനായിട്ട്, നിന്റെ ദിവ്യ പദ്ധതി എന്നിൽ നടപ്പാക്കുന്നതിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഒരു പരാതിയുമില്ല കർത്താവെ, സന്തോഷത്തോടെ സ്തുതിക്കുന്നു. ആൻഡ് ഐ ബിലീവ് ദാറ്റ് കർത്താവെ, എന്നെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികളാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്നും അതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നും ലോകത്തിൽ ആർക്കും നൽകാൻ കഴിയത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പൊ ദിവ്യ പദ്ധതിയിലാക്കിയത് ഓർത്ത് നമുക്ക് ഇന്ന് ഈ പകൽക്കാലം സ്തുതിക്കുകയും ഈ ജ്ഞാനം എന്ന് പറയുന്ന ഈ ജ്ഞാനത്തിന്റെ പൊള്ളത്തരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അപ്പൊ അവർ വാദിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അവനിലല്ലോ 9-ാം വാക്യം, 10-ാം വാക്യം, 11-ാം വാക്യം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റ് വായിച്ചു വിടുന്നതേ ഉള്ളൂ. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. അവരുടെ ഈ തത്വജ്ഞാനികളുടെ തിയറി അനുസരിച്ച് ദാറ്റ് വാസ് ഇംപോസിബിൾ.
അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ദൈവത്തിന് ജഡത്തിൽ കടന്നു വരാൻ കഴിയത്തില്ല. ഈ വാഴ്ചകളും അധികാരങ്ങളും എന്നൊക്കെ വായിക്കുമ്പോഴും ഇവിടെ ഒരു പ്രത്യേക പശ്ചാത്തലം കൊണ്ടുണ്ട്. നമ്മുടെ അറിവനുസരിച്ച് യഹൂദ പാരമ്പര്യമൊക്കെ അനുസരിച്ച് ഏഞ്ചലിക്കായിട്ടുള്ള ദൂതന്മാരുടെ പല ഹയറാർക്കിയും അതോറിറ്റിയും ഒക്കെ ഉണ്ട്, സ്വർഗത്തിലുണ്ട് എന്നറിയാം. അതുപോലെ തന്നെ തെറ്റിപ്പോയ ദൂതന്മാരായിട്ടുള്ള സാത്താനും അവൻ്റെ അനുചരന്മാരിലും ഈ ഇതുപോലുള്ള ചില ഹയറാർക്കികളും ദൂതന്മാർ അല്ലെങ്കിൽ അതോറിറ്റീസ് ഉണ്ട് എന്നുള്ളതും വചനം വെളിപ്പെടുത്തുന്നു. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും എന്നൊക്കെ പറയുമ്പോൾ അവിടെ അത് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇവരതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന വേറൊരു ചിന്ത ഉണ്ടെന്നുള്ളത് ആദ്യം നമ്മളതിൻ്റെ പശ്ചാത്തലം പറഞ്ഞപ്പോൾ ഞാൻ പറയാനിടയായി തീർന്നു. കാരണം ഒരു പ്രധാന ദൈവമുണ്ട്. ആ ദൈവം മറ്റ് പല ദൈവങ്ങളെ സൃഷ്ടിച്ചു. ഈ കൊച്ചു ദൈവങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഈ മെറ്റീരിയൽ വേൾഡ് സൃഷ്ടിച്ചത് എന്നും ഈ മെറ്റീരിയൽ വേൾഡ് അതുകൊണ്ട് ഈസ് എസെൻഷ്യലി ഈവിൾ ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ കേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് അത് സിൻഫുള്ളാണ്, അത് തികച്ചും മോശപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുകയും നല്ലവനായ ദൈവത്തിന് ഒരിക്കലും ഈ മെറ്റീരിയലായിട്ടുള്ള ഈ വേൾഡിൽ കടന്നു വരാനോ ജീവിക്കാനോ അവന് മനുഷ്യനായി തീരാനോ കഴിയത്തില്ല എന്ന് പറയുകയും എന്തെങ്കിലുമൊക്കെ ചില ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉണ്ടായി കാണും എന്നൊക്കെ അവർ അല്ലെങ്കിൽ ഇങ്ങനെ സമ്മതിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പറഞ്ഞേക്കുന്നത്. ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും നമുക്ക് തന്നെ ഇമാജിൻ ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ഇതിന് മുന്നേ പഠിപ്പിച്ചിട്ടുള്ള സമയങ്ങളിലൊക്കെ ഈ വാക്യം എന്താണെന്ന് ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കർത്താവേ, ഈ സകല സമ്പൂർണതയും ഈ ദേഹരൂപമായി വസിച്ചു. എൻ്റെ കർത്താവ് സാധാരണ ഒരു മനുഷ്യക്കുഞ്ഞ് ജനിക്കുന്നത് പോലെ ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവായി അവൻ ഈ ലോകത്ത് ജനിച്ചു, ഒരു കുഞ്ഞിനെ പോലെ വളർന്നു. അവൻ ഒരു കൗമാരം യൗവനത്തിൽ അവൻ എത്തി. ഒരു മനുഷ്യനെ പോലെ ദാഹിക്കുന്നവനും വിശക്കുന്നവനും അവൻ ജോലി ചെയ്യുന്നവനായിട്ട് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുന്നവനായിട്ട് ന്യായപ്രമാണ ശാസ്ത്രികളോട് പോയി കാര്യങ്ങൾ ചോദിക്കുന്നവനായിട്ട് ഒക്കെ നമ്മൾ അവനെ കാണുന്നു. ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചതുപോലെ തന്നെ ഈ ശ്രേഷ്ഠനായ നിത്യനായ ഈ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചു എന്ന് നമ്മൾ ചിന്തിക്കാൻ തന്നെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അത് അപ്രാപ്യമാണ്. നമ്മുടെ ബുദ്ധിക്ക് ആഴം കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഈ സകലത്തെയും സൃഷ്ടിച്ചവന് ഈ ഒരു 700 ഗ്രാം തലച്ചോറും അതിനോട് ചേർന്നുള്ള ഒരു നശിച്ചു പോകാവുന്ന ഒരു ശരീരവും ത്തിൻ്റെ സാദൃശ്യത്തിൽ, പാപജടത്തിൻ്റെ സാദൃശ്യത്തിൽ അവൻ ജീവിച്ചോ എന്ന് ചിന്തിക്കുമ്പോൾ ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ലോർഡ്? കർത്താവ്, എങ്ങനെ അത് കഴിയും? നിന്റെ സമ്പൂർണത ഇത്രയും ചെറിയൊരു മനുഷ്യനിൽ ഒതുക്കി വെക്കാനായിട്ട്, ദേഹരൂപമായി ഈ ജഡത്തിൽ ഒതുക്കി വെക്കാൻ അത് എങ്ങനെ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം. എന്നാൽ ഇങ്ങനെ വാദിച്ചുകൊണ്ടിരുന്ന തത്വജ്ഞാനികളോട് ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായിട്ട് പറയുകയാണ്, അവനിലൊരു പാർട്ട് ഓഫ് ഗോഡ്ലിനെസ്, പാർട്ട് ഓഫ് ഡയറ്റി, ദൈവത്തിൻ്റെ ചില ഗുണങ്ങൾ അല്ലെങ്കിൽ അവൻ ജീവിക്കുന്നതായിട്ട് തോന്നിയതേ ഉള്ളൂ, സത്യത്തിൽ അവൻ്റെ കാല് നിലത്ത് മുട്ടിയിരുന്നില്ല എന്നൊക്കെ പഠിപ്പിക്കുമ്പം നമുക്ക് ചിന്തിക്കാൻ കഴിയും, അങ്ങനല്ല. ഞങ്ങൾ ഇന്നലെ റോമർക്ക് എഴുതുന്ന ലേഖനം നമ്മൾ ഇവിടെ പഠിച്ചല്ലോ. ഇന്നലെ നമ്മുടെ വൈകുന്നേരത്തെ ഗ്രൂപ്പിൽ അവിടെ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കും, ദൈവപുത്രൻ എന്ന് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടവനാലുമല്ലോ ഞങ്ങൾ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അപ്പോൾ അവൻ്റെ മനുഷ്യത്വവും അവൻ്റെ ദൈവത്വവും പൂർണ്ണമായി തെളിയിക്കപ്പെട്ടതും ഒരുപക്ഷെ മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇവിടെ പറഞ്ഞേക്കുകയാണ് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ നിലവാരത്തിലുള്ള ദൈവത്തിൻ്റെ ചില ക്രെഡൻഷ്യൽസും ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകളും ദൈവപുത്രൻ എന്നുള്ള നിലയ്ക്കുള്ള സ്പെഷ്യൽ റൈറ്റുകളും ഒന്നും അദ്ദേഹം ഈ ലോകത്ത് ഉപയോഗിച്ചില്ല. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നോ ആ മനുഷ്യത്വത്തിൽ തന്നെ അവൻ ജീവിച്ചത്. അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അദ്ദേഹം തന്നെ ദൈവത്വം വെളിപ്പെടുത്തുകയും ദൈവത്വം അറിയിക്കുകയും ചെയ്തത്. പൂർണ്ണനായിട്ടുള്ള ദൈവമാണെന്ന് അവൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ, ജഡത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ അധികാരം അവന് വെളിപ്പെടുത്തി എന്നുള്ളതും ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണും. എന്നാൽ മോസ്റ്റ്ലി അവനെ കാണുന്നത് നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിട്ട് തന്നെയാണ്. അപ്പോ നമുക്ക് അപരിമേയനായിട്ടുള്ള സകലത്തിനും ലാക്കും കാരണഭൂതനെന്ന് എബ്രായ ലേഖനം വിളിക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ആദിയില്ലാത്ത അവസാനമില്ലാത്ത അനാദിയായി ശാശ്വതമായും ദൈവമായിരുന്നവൻ, ആദിയിൽ വചനമായിരുന്നവൻ, വചനം ദൈവത്തോടുകൂടെ ദൈവമായിരുന്നവൻ,
ആ വ്യക്തിത്വത്തെ പറ്റി പറയുക. അവൻ പൂർണ്ണമായിട്ട് അവൻ, ഇവിടെ 9-ാം വാക്യം, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതെന്താണ് എന്ന് വിവരിക്കാനൊന്നും ഞാൻ മുതിരുന്നില്ല. എൻ്റെ ബുദ്ധിക്ക് ഒരു ചെറിയ ടെംപ്റ്റേഷനൊക്കെ തോന്നുന്നുണ്ട്, കുറച്ചുകൂടെ കയറി അങ്ങ് വിവരിച്ചാലോ എന്ന്. ഞാൻ വിവരിക്കുന്നില്ല, കാരണം അത് അതുപോലെ വിടുക. എൻ്റെ ദൈവത്തിൻ്റെ വചനം ആ വെളിപ്പെടുത്തി തന്നതുപോലെ ഞാൻ അംഗീകരിക്കുകയാണ്. അവനിൽ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപം, ഇൻ ഹിം ഓൾ ഫുൾനെസ് ഓഫ് ഡയറ്റി ഡ്വെൽസ് ഇൻ ബോഡിലി ഫോം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണർ. ഈ ലോകത്ത് വെച്ച് ഒരു ആത്മീയ ജീവിതം ജീവിക്കാൻ പറ്റുകയില്ല. അത് ഈ ശരീരം വിട്ടാലേ പറ്റുള്ളൂ. കാരണം ഇത് വിശ്വാസികൾ തന്നെ അങ്ങനെ ഇന്ന് പറയുന്നവരുണ്ട്. ബ്രദറെ, ആത്മീയ ജീവിതം ഇവിടെ വെച്ച് പറ്റുകയില്ല ബ്രദറെ. ഒരു പുള്ളി എന്നോട് പറഞ്ഞ് ഇന്നും ഓർക്കുന്നില്ല, ഈ സ്ത്രീകളെ ദൈവം ഈ ലോകത്തിൽ നിന്ന് ഒഴിവാക്കിയാലും ബ്രദറെ എനിക്ക് ആത്മീയ ജീവിതം ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ പല പല തടസ്സങ്ങളാണ് ഓരോരുത്തർ കാണുന്നത്. അപ്പോ ദൈവത്തിന്റെ വചനം പറയുക, അവനിൽ ഈ വാഴ്ച സകല ദൈവത്തിന്റെ സർവസമ്പൂർണതയും വസിക്കുന്ന അവനിൽ നാം അവനിൽ പരിപൂർണരായിരിക്കുന്നു. നമ്മളിൽ തന്നെയുള്ള പരിപൂർണതയല്ല, നാം അവനിൽ പരിപൂർണരായിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. അതിനെ വിവരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. അവനിൽ നിങ്ങൾ ജഡശരീരം എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് അവൻ്റെ ക്രിസ്തുവിൻ്റെ പരിചയം. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ. ഒന്ന് ഈ പറയുന്ന കാര്യവും പിന്നെ 15-ാം വാക്യത്തിൽ പറയുന്നതായിട്ടുള്ള കാര്യവും ആണ് പ്രധാനമായിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓൾറെഡി എൻ്റെ സമയത്തിൽ ഇന്ന് നമ്മൾ ഇങ്ങനെ കുറച്ച് സമയം ഓവർലാപ്പ് ചെയ്താൽ പോകുന്ന ഒരു 10 മിനിറ്റ് കൂടിയാലും ദൈവമക്കൾ ക്ഷമിക്കുമല്ലോ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി പറയുന്നത് കൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ പറയുന്ന സമയ ലിമിറ്റിൻ്റെ ഉള്ളിൽ ഇത് നിൽക്കത്തില്ല എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ അങ്ങനെയൊന്നും എടുക്കത്തില്ല. ഒന്ന് നേരത്തെ ഒരു മുൻകൂർ ജാമ്യം എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 11-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതെ, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയായ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ നിങ്ങളും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വായിക്കുക. നമുക്കറിയാമല്ലോ, ഇതിൻ്റെ ഔട്ട്ലൈൻ പറഞ്ഞ സമയത്തും മറ്റ് ലേഖനങ്ങൾ പറഞ്ഞ സമയത്തും ഒക്കെ ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് നിങ്ങളെ ഞാൻ ഓർപ്പിക്കുക. ഒരു പ്രാവശ്യം കൂടെ അത് അനാവരണം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം എന്താണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ രഹസ്യം എന്താ? അല്ലെങ്കിൽ ഇവിടെ പറയുകയാണ്, നമുക്ക് ഈ ജഡത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പാപങ്ങൾ ചെയ്യാനും തിന്മകൾ ചെയ്യാനുമേ പറ്റുള്ളൂ. ശരീരത്തിൽ എന്തെങ്കിലും പാപം ചെയ്തതുകൊണ്ട് അത് നമ്മുടെ ആത്മാവിനെ ബാധിക്കത്തൊന്നുമില്ല. എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, ബ്രദറെ ഇച്ചിരി കുടിച്ചെന്ന് വെച്ചിട്ട് എൻ്റെ ആത്മാവിനെ അത് ബാധിക്കുമോ? കർത്താവ് പറഞ്ഞ പോലെ അത് വായിലൂടെ പോയി മറപ്പുരയിൽ പോവുകയല്ലേ ചെയ്യുന്നത്. എന്തുവാ ബ്രദറെ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആശാന്മാരുണ്ട്. ഇത് തന്നെയായിരുന്നു എക്സാക്ട്ലി ഈ ജ്ഞാനമതക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത്. ബാഹ്യമായിട്ടുള്ള ശരീരത്തിൽ ചില തെറ്റുകളൊന്നും ചെയ്തതുകൊണ്ട് ആത്മാവിനെ ഒന്നും ബാധിക്കത്തില്ല ബ്രദറെ. ആത്മാവ് ഈസ് entirely different in a different world, and whatever we do in our body is not affecting it എന്നുള്ളൊരു വലിയൊരു തത്വശാസ്ത്രമാണ് ഒരു 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന തത്വശാസ്ത്രമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ റിയൽ ഹോളിനെസ് ഈസ് പോസിബിൾ ഫോർ us ത്രൂ ജീസസ് ക്രൈസ്റ്റ്. അവൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്നുള്ളത് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, അവനോടും അവൻ്റെ ശരീരമായ സഭയോടും നമുക്ക് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകുന്ന വേറൊരു ആത്മീയ സത്യമാണ്, അവൻ നമ്മളെ രക്ഷിച്ച് പിന്നെയും പാപങ്ങളിൽ സന്തോഷിക്കാനും പാപങ്ങളിൽ രമിക്കാനുമായിട്ട് നമ്മളെ വിടുകയല്ല ചെയ്യുന്നത്. ദൈനംദിനം ഈ പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടുകയും ദൈനംദിനം അത്തരം പ്രവൃത്തികളിൽ നിന്ന് മാറുകയും വിശുദ്ധീകരണത്തിൻ്റെ ഒരു അനുഭവത്തിലാണ് ദൈവം നമ്മളെ നടത്തുന്നത് എന്നും, വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ അത് സ്വന്തം ശക്തി കൊണ്ട് നിങ്ങൾ ചെയ്തോന്നല്ല കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിനും അവൻ സൗജന്യമായി നമുക്ക് നേടിത്തന്ന ആ കൃപയാൽ മാത്രം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിയിൽ ആശ്രയിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിന് ആധാരമായിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാണ്.
ക്രിസ്തുവിന്റെ പരിച്ഛേദന എന്ന് പറയുമ്പം 8-ാം നാളിൽ കർത്താവ് ഏറ്റ ആ പരിച്ഛേദനയല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് കാൽവരി ക്രൂശിലെ ക്രിസ്തുവിന്റെ മരണമാണ് എന്ന് നമുക്ക് ഇതര ദൈവവചന ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലും നമുക്ക് റോമർക്ക് എഴുതുന്ന ലേഖനം 6-ാം അധ്യായം നമ്മൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ വായിച്ചു പഠിച്ചു. അക്ഷരം പ്രതി ചില ദിവസങ്ങൾ എടുത്ത് തന്നെ അത് വായിക്കാനിടയായി തീർന്നു. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പുതിയ നിയമത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു സത്യമാണ് കാൽവരി ക്രൂശിൽ അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് പോലെ തന്നെ കാൽവരി ക്രൂശിൽ അവൻ മരിക്കുമ്പോൾ എന്നെയും ചുമന്നുകൊണ്ട് എന്നെയും ഉൾക്കൊണ്ടുകൊണ്ട് അവൻ മരിച്ചു. While he was dying on the cross of Calvary, he has borne me on the cross, and I was there on the cross while he was dying on the cross there. എന്നെയും ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി. നമ്മൾ ഒരു ട്രാക്റ്റിൽ വായിക്കുന്നത് you were in his mind while he was dying on the cross. ഒന്നുകൂടെ പരിഷ്കരിച്ച് പറയാം, you were there in him while he was dying on the cross. ആ ക്രൂശിൽ മരിക്കുമ്പോൾ ഞാനും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. നമുക്കറിയാലോ വചനം ഗലാത്യർ 2:20, പിന്നെ 2 കൊരിന്ത്യർ 5:14 ഇതിലൊക്കെ വായിക്കുന്നത് അത് തന്നെയാണ്. അനേകർക്ക് വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. കാരണം അവൻ എന്നെയും ചുമന്നുകൊണ്ട്, ആദാം എന്നെയും ചുമന്നുകൊണ്ട് പാപം ചെയ്തപ്പോൾ ഞാൻ പാപത്തെ ആദാം സെലക്ട് ചെയ്തതുപോലെ സെലക്ട് ചെയ്യാതെ തന്നെ ഞാൻ സ്വഭാവത്തിൽ പാപിയായി തീർന്നതുപോലെ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അവൻ ഏകന്റെ അനുസരണം നിമിത്തം അനേകർ ജീവനിൽ വാഴും എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞേക്കുന്നത്. അവന്റെ മരണം എൻ്റെ മരണമായിരുന്നു. അപ്പോൾ നമ്മൾ വിശുദ്ധി നേടും. നമ്മൾ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ വാക്കുകൾ തന്നെ ഒന്നുകൂടെ പറയുക. നമ്മുടെ വിശുദ്ധിയുടെ പാതയെന്ന് പറയുന്നത്, അയ്യോ ഞാൻ ചെയ്യത്തില്ല, എൻ്റെ കൈ പിടിച്ചു കെട്ടുക, എൻ്റെ കയ്യെ കുറച്ച് വേദനിപ്പിക്കുക, അല്ലെങ്കിൽ എൻ്റെ കണ്ണിന്, ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു ഭക്തനുണ്ടായിരുന്നു, കണ്ണ് 2 കുത്തിപ്പൊട്ടിച്ചു കളഞ്ഞു, ഇനി വേറൊന്നും കാണണ്ടെന്നും പറഞ്ഞു. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കണ്ണിൽ ഇത് കുത്തിപ്പൊട്ടിച്ചെന്ന് മനസ്സ് മാറുമോ? ശരി, കാഴ്ച ഒഴിവാക്കാം. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, കർത്താവ് പറഞ്ഞ് നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ നീ അതിനെ വെട്ടിക്കളക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് കാൽവരിയിൽ ക്രിസ്തു മരിച്ചപ്പോൾ അവനോടുകൂടെ ഈ കണ്ണുകൾ, ഈ എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ മരിച്ചു. അതുകൊണ്ടാണ് റോമർക്ക് എഴുതുന്ന ലേഖനം പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ ദൈവത്തിന് ജീവിക്കുന്നവരായിട്ടും പാപസംബന്ധമായി മരിച്ചവരെന്നും ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. നിങ്ങളുടെ അവയവങ്ങളെ ഇനി പാപത്തിന്, ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, പാപത്തിന് ഇനി സമർപ്പിക്കരുത്. മരിച്ചിട്ട് ജീവിക്കുന്നവരായിട്ടും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ എന്ന് നമ്മൾ റോമർക്ക് എഴുതുന്ന ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണം ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. ആത്മീയമായി പറയുമ്പോൾ അവനോടുകൂടെ നാമും മരിച്ചു എന്നും, നാം അങ്ങനെ നമ്മൾ ദൈനംദിനം ജീവിക്കുന്ന സാഹചര്യങ്ങളിലും അവസ്ഥകളിലും നമ്മുടെ മനസാക്ഷിയിലും അവനോടുകൂടെ മരിച്ചവരായിട്ട് തന്നെ, പാപസംബന്ധമായിട്ട് മരിച്ചവരായിട്ട് തന്നെ നമ്മളെ എണ്ണണം എന്നുള്ളതും ദൈവത്തിൻ്റെ വചനം പറയുക. ഇനി കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഈ ഭാഗത്ത് നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം ഈ ഒരു യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുക. നമ്മൾ ലോകത്തിൻ്റെ പ്രൈമറി പ്രിൻസിപ്പിൾസ് അനുസരിച്ചും കുറച്ച് ജ്ഞാനമെന്നോ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ചില ഫിലോസഫി വെച്ചിട്ടോ അല്ല നമ്മൾ പോകുന്നത്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഒരു വട്ടം വരച്ച് അതിൻ്റെ നടുക്ക് കോൺസെൻട്രിക് ആയിട്ട് വേറെ സർക്കിൾ വരച്ച്, കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ സർക്കിൾസ് വിത്ത് ദ സെയിം സെൻറ്റർ എന്നർത്ഥം. അപ്പം അതിൻ്റെ നടുക്കൊരു ബിന്ദു ഇട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ആസനത്തിലിരുന്ന് ഇതിലിങ്ങനെ നോക്കിയിരിക്കും. ജീവിതത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടി ജീവിതത്തിൽ നല്ലവനായിട്ട് തീരാൻ വേണ്ടി. എത്ര നോക്കിക്കൊണ്ടിരുന്നോ അത്രയും ചിന്തകളിലും പ്രവൃത്തിയിലും മോശമാകുകയല്ലാതെ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാനായിട്ട് ഇതൊന്നും പോരാ എന്നുള്ളൊരു സത്യം ഞാൻ അന്നേ കണ്ടുപിടിച്ചതാണ്, ഈ 16 വയസ്സുള്ള സമയത്ത്. കാരണം ഞാൻ ഒരു അധ്യാപകൻ്റെ മകനായിരുന്നു. അതുകൊണ്ട് എല്ലാത്തിലും നല്ലവനായിട്ടും മറ്റുള്ളവരുടെ മുന്നിലെങ്കിലും ഒരു ശ്രേഷ്ഠനായിട്ടും അനുകരണീയനായിട്ടും ഒക്കെ നിൽക്കണം എന്നുള്ള ആഗ്രഹം അന്നേ ഉണ്ട്. എന്നാൽ നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ജീവിതത്തിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കി. ഞാനീ പറയുന്ന ഒന്നും നടക്കാത്ത കാര്യമാണെന്നും ആത്മാർത്ഥമായിട്ട് ചിന്തയിലോ പ്രവൃത്തിയിലോ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയുടെ നിലവാരത്തിലേക്ക് വരാൻ കഴിയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ റോമാലേഖനം 6-ാം അധ്യായം എന്നൊക്കെ പറയുമ്പം ഞാനൊരു അർത്ഥത്തിൽ പറഞ്ഞ ഒരു അമൃത് പോലുള്ള ഒരു സാധനമാണ് എനിക്ക്. എത്ര വട്ടം ഞാനത് വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ടെന്നുള്ളതിൽ എനിക്ക് തന്നെ കണക്കില്ല.
അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ജീവിതത്തോട് ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്, അല്ലാതെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെ ഒരു പഠിത്തം എനിക്കില്ലെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരിക, നിങ്ങൾക്ക് കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദന ലഭിച്ചു. അത് ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. നമുക്കറിയാം, ഈ പരിച്ഛേദനയുടെ കാര്യം പറയുമ്പോൾ തന്നെ ആവർത്തന പുസ്തകത്തിൽ അതിനെനിക്കൊന്ന് 30-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിച്ചത്. അപ്പം അത് ഹൃദയപരിച്ഛേദനയെക്കുറിച്ച്, നിങ്ങളെ ഹൃദയപരിച്ഛേദനയിലേക്ക് ഞാൻ കൊണ്ടുവരും എന്ന് പറയുന്ന ഭാഗം നമുക്കവിടെ കാണാനും. അപ്പോൾ ദൈവം ഈ പരിച്ഛേദന കൊടുത്തപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഉദ്ദേശം ഹൃദയപരിച്ഛേദന എന്നുള്ളത് തന്നെ ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അവർ ആ ഹൃദയപരിച്ഛേദന അനുഭവത്തിലേക്ക് കടന്നു വരാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നും, അതുകൊണ്ട് അത് കേവലം ശരീരത്തിലുള്ള ഒരു പരിച്ഛേദനയും ഒരു ആചാരവും മാത്രമായി അവശേഷിച്ചതും അതുകൊണ്ട് അവർക്കൊരു പ്രയോജനവുമില്ലാതെ പോയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൗലോസ് വിവരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ ആ വാക്യം നോക്കും, ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ എന്നിട്ട് പറയാം, നമുക്ക് അങ്ങനെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന, ഹൃദയപരിച്ഛേദന ലഭിച്ചു എന്നവിടെ എഴുതിയേക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിശുദ്ധിയിൽ അനുസരിക്കാനും വിശുദ്ധമായൊരു ജീവിതം നയിക്കാനും ആവശ്യമായ ദൈവകൃപ ക്രൂശിൽ അവൻ മരിക്കുമ്പോൾ അവനെ മരണത്തിലൂടെ നമുക്ക് നേടിത്തന്നു. അങ്ങനെ അവനോടുകൂടെ മരിച്ചവൻ ഇങ്ങനെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു എന്ന് റോമർക്കെഴുതിയ 6-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുമുണ്ട്. അതുകൊണ്ട് പാപത്തിൽ നിന്നുള്ള വിടുതൽ, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ദൈവം വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതികളിൽ പ്രധാനമായത് തന്നെയാണ്. അത് ഒറ്റ നിമിഷം കൊണ്ട് പ്രാപിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. എന്നാൽ there is a provision in Christ for us to get cleansed every day from the bondage of sin, and that is the truth. 11-ാം വാക്യം, അതെ 12 നിങ്ങൾ നിങ്ങളുടെ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ. അപ്പം മറ്റേ പരിച്ഛേദനയും ഇത് ഉരിഞ്ഞു കളയുന്ന ഒരു അനുഭവമാണ്. അതുപോലെ ജഡശരീരം വിശ്വാസത്താൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ, പാപത്തിന് ഞാൻ മരിച്ചു ഇനി നീതിക്ക് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുക. വളരെ പ്രധാനപ്പെട്ട വാക്കാത്. കാരണം ഇത് നമ്മൾ ഇമാജിൻ ചെയ്തൊരു ഇമാജിനറി വേൾഡ് ഈ തത്വജ്ഞാനികളെ പോലെ ക്രിയേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. ദൈവശക്തി ഈ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തി എന്നൊക്കെ പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഹിമാലയം എടുത്ത് മാറ്റുന്നതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ ഹിമാലയം മാറ്റുന്നതിനേക്കാളും വിഷമകരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ മുറുകെ പറ്റുന്ന പാപങ്ങളെ പോലും മാറ്റുന്ന ദൈവശക്തിയാണ് നമുക്കിവിടെ മീൻ ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ ശക്തിയാൽ, ആ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ, വളരെ എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്കാണ്. കാരണം നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മശക്തിയിലുള്ള വിശ്വാസത്താൽ. എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഭാര്യ എന്നെ ഒന്ന് ഒരു കാര്യം ഓർപ്പിക്കാൻ വന്നത് പോട്ടെ. വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വായിക്കുക. എന്തൊരു ശ്രേഷ്ഠകരമായിട്ടുള്ള അനുഭവം. അപ്പം ഈ ക്രിസ്തുവിൽ നമുക്ക് ഈ പ്രിവിലേജ് ഉണ്ട്, ക്രിസ്തുവിൽ നമുക്ക് ഈ പദവിയുണ്ട്, ക്രിസ്തുവിൽ നമുക്ക് ഈ സാധ്യതയുണ്ട്. അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ വിശുദ്ധനാകാൻ തക്കവണ്ണം ദൈവസന്നിധി സമർപ്പിക്കാനും അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ലക്ഷ്യമാക്കി വെക്കാനും ഉള്ള അവകാശം നമുക്കുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഓടാനുള്ള അവകാശം നമുക്കുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് വിടുക. ഇതൊക്കെ വിവരിക്കാൻ എനിക്കിങ്ങനെ ഒരു പാട്ടുണ്ട്, പ്രേമം നിന്നോടധികം തോന്നുമാറൻ നാവ് രുചിച്ചിടുന്നു എന്ന്. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, എൻ്റെ ദൈവമേ, ഈ നാവ് രുചിക്കുന്ന സ്നേഹം എന്തൊരു സ്നേഹമാണ് എന്ന് പറഞ്ഞതുപോലെ ഇത് വിവരിക്കാനായിട്ട് പിന്നെയും ഇങ്ങനെ നാവ് രുചിക്കുക. അപ്പം രുചി അവിടെ നിൽക്കട്ടെ. അതിക്രമങ്ങൾ ഒക്കെ നമ്മളോട്. അപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ് എന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. ബിജോ ബ്രദർ അദ്ദേഹത്തിൻ്റെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. എന്നാലും അദ്ദേഹത്തിന് 10 മിനിറ്റ് ഇന്ന് കൂടുതൽ എടുക്കാം എന്ന് ഞാൻ അദ്ദേഹത്തോട് ഹൃദയം തുറന്ന് ഞാൻ പറയുക. നോക്കിയാട്ടെ, ക്രൂശിൽ എന്താ സംഭവിച്ചത്? അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഓൾറെഡി ആ പശ്ചാത്തലം ഒന്നുകൂടി ഓർപ്പിക്കുക.
അവർ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം, ക്രൂശിൽ മരിക്കുന്നതിന് മുന്നേ ദൈവത്വം യേശുവിനെ വിട്ടുപോയി. ഒരു മനുഷ്യനായിട്ട് ജനിച്ചു, എന്നാൽ സ്നാനത്തിൽ ഈ ദൈവത്വം അവനിൽ വരികയും ക്രൂശിൽ മരിക്കുന്നതിന് മുന്നേ ഈ ദൈവത്വം വിട്ടുപോവുകയും ചെയ്തു. ക്രൂശിൽ മരിച്ചത് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ്. ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായിട്ട് പറയുകയാണ്, കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷവും ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷവും അവൻ ആ ക്രൂശിൽ ചെലവഴിച്ച സമയമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അവൻ്റെ ദൈവത്വത്തിൻ്റെ അധികാരത്തെ പൂർണ്ണമായി ഉപയോഗിച്ച് ശത്രുവിനെ ആയുധവർഗം വെച്ച് കീഴടക്കിയ ആ അനുഭവം എന്ന് പറയുന്നത് അത് ആ ക്രൂശിൻ്റെ അനുഭവം തന്നെയാണ്. അവൻ വേറെ എവിടെയും ദൈവമായിരുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ദൈവമല്ലെങ്കിൽ അവൻ വേറെ എവിടെയും ദൈവമല്ലായിരുന്നു. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, തൻ്റെ ദൈവത്വത്തെ പൂർണ്ണമായിട്ടും പ്രകടിപ്പിച്ചതും തൻ്റെ ദൈവത്വത്തെ ഏറ്റവും അതിൻ്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ച് ഈ ലോകത്തിലേക്ക് എന്തിനു താൻ വന്നുവോ, ലോകത്തിന്റെ പ്രഭു ഇതാ വിധിക്കപ്പെടാൻ പോകുന്നു എന്ന് അവൻ ആ ഗത്സമനായിൽ വെച്ച് അതിന് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ക്രൂശിൽ അവൻ ഈ ലോകത്തിന്റെ പ്രഭുവിനെ വിധിച്ച് അവനെ ന്യായം വിധിച്ചു എന്ന് ദൈവത്തിന്റെ വചനം. എന്തൊരു ശ്രേഷ്ഠമായ ദൈവത്തിന്റെ വചനമാണ്! എന്തൊരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. ഒരു ശക്തിയായിട്ട് വന്നു, കുറച്ച് അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്തു, അത് കഴിഞ്ഞിട്ട് മരിക്കുന്നതിന് മുന്നേ ഈ ദൈവത്വം വണ്ടി വിട്ടുപോയി എന്ന് പറയുമ്പം എന്ത് മോശപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ജീവിതത്തിലുള്ള കർത്താവ് ആരാണോ അവൻ പൂർണ്ണനായ ദൈവവും പൂർണ്ണനായ മനുഷ്യനും എന്നുള്ള നിലയിൽ അവൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഓഫ് പെർഫോമൻസ് ഉദ്ദേശിക്കുന്നത് ലോകപ്രകാരമുള്ള ഉദ്ദേശത്തിനല്ല ഞാൻ പറയുന്നത്. The highest, the climax of his life was there on the cross. While he was dying on the cross, he disarmed every principalities and powers and made a public spectacle of them, scene of them. എന്തൊരു ശ്രേഷ്ഠമായൊരു വചനമാണെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട സമയം തൊട്ടേ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞു അറിയാതെയും ഒക്കെ ഞാൻ പ്രസ്താവിക്കുന്നതായിട്ടുള്ളൊരു ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ ജസ്റ്റ് വാട്ട് ഹാപ്പൻ ഓൺ ദ ക്രോസ് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ക്രൂശിൽ സംഭവിച്ച കാര്യങ്ങൾ അത് അതിക്രമങ്ങളിലും ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ച നമ്മളെ അവൻ ജീവിപ്പിച്ചു. ഇതിന് സമാനമായിട്ട് എഫേസ്യർ എന്ന ലേഖനത്തിലും അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ജീവിപ്പിച്ചു എന്ന് പറയുന്ന വാക്യം നമുക്കറിയാമല്ലോ. അപ്പോൾ അവൻ അതിക്രമങ്ങളിലും ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും എന്ന് പറയുന്നത് മാനസാന്തരപ്പെടാത്ത എൻ്റെ സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള ജഡത്തെ ആശ്രയിച്ച് നടന്ന എൻ്റെ ജീവിതത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. ആദാമ്യമായിട്ട് ഉള്ള എൻ്റെ അനുഭവത്തിൽ മാത്രം ജീവിച്ചിരുന്ന എന്നെ ഹി മെയ്ഡ് മീ അലൈവ്. സമയമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ വിവരിക്കേണ്ട കാര്യങ്ങളാണ്. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ അവൻ എന്നെ ജീവിപ്പിച്ചു, എൻ്റെ പാപങ്ങളൊക്കെയും ക്ഷമിച്ചു. ഹി ഫൊർഗേവ് അവർ സിൻസ്. ക്രൂശിൽ നടന്ന കാര്യമാണ്. അവൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മം മരിച്ചതായ നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമമൊക്കെയും ക്ഷമിച്ച ചട്ടങ്ങളാൽ അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ചു. മാത്രമല്ല, അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് വായിക്കുമ്പോൾ അത് ന്യായപ്രമാണത്തെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വാക്കും ഭാഷണവും ഇല്ലാതെ കേൾക്കുന്നവർക്കെല്ലാം അത് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ന്യായപ്രമാണത്തെ മാറ്റിക്കളഞ്ഞു എങ്ങനെയെന്നുള്ളത് റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം വായിച്ചപ്പം നമ്മൾ അതിൻ്റെ ആവശ്യം എന്താണെന്നും, ന്യായപ്രമാണം മാറ്റിക്കളഞ്ഞതല്ല, ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ എഫക്റ്റ് ഇല്ലാതെയും ന്യായപ്രമാണത്തിനേക്കാൾ ഉന്നതമായ നിലയിൽ പരിശുദ്ധാത്മാവിന് നിറഞ്ഞ് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഉള്ളതുകൊണ്ട് അതിനേക്കാൾ ഉന്നതമായ നിലയിലുള്ള ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നിൽ നിവർത്തിക്കപ്പെടാൻ വേണ്ടി ഞാൻ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥമെന്നുള്ളതും വളരെ വിശദമായിട്ട് റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് ന്യായപ്രമാണം ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ നിയന്ത്രണമില്ലാത്ത ഒരു ജീവിതം ജീവിക്കാനല്ല, അതിനേക്കാളും ശ്രേഷ്ഠമായ ക്രിസ്തുവിൻ്റെ പ്രമാണം എന്നിൽ നിവർത്തിക്കപ്പെടാൻ വേണ്ടി
ഞാൻ ന്യായപ്രമാണ സംബന്ധമായിട്ട് ഞാൻ മരിച്ചു എന്നുള്ള അർത്ഥമാണ് അവിടെ പറയുന്നത് എന്നുള്ളത് അന്ന് തന്നെ നമ്മൾ വിവരിച്ച കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെട്ട് ക്രിസ്തുവിനെ പോലെ ആയിത്തീരാനുള്ള ബാരിയേഴ്സ് എല്ലാം മാറ്റി വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തൊക്കെയും മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നീക്കിക്കളഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും. നമുക്കറിയാം ഈ വാഴ്ചകളും അധികാരങ്ങളും ഇവർക്ക് ഈ ഫിലോസഫേഴ്സിന് മാത്രമല്ലായിരുന്നു, യഹൂദന്മാർക്കും വലിയ ഇതായിരുന്നു. എബ്രായ ലേഖനത്തിൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യം എന്തായിരുന്നു? മിഖായേലിനെ കുറിച്ച്, ഗബ്രിയേലിനെ കുറിച്ച്, അവരെ സഹായിക്കുന്ന ചില ദൂതന്മാരെക്കുറിച്ച് ഒക്കെ വലിയ സങ്കല്പങ്ങളും കഥകളും നമുക്കറിയാമല്ലോ. കർത്താവ് ജീവിച്ചിരുന്ന ദൂതൻ കുളം കലക്കി സൗഖ്യമാകാനായിട്ട് കർത്താവ് ജനിക്കുന്നതിനും 8 വർഷം മുന്നേ ജനിച്ച ഒരുത്തൻ അവിടെ കിടന്ന അദ്ദേഹത്തെ കർത്താവ് സൗഖ്യമാക്കിയ കഥ നമുക്കറിയാം. അപ്പം അങ്ങനെയൊക്കെയുള്ള പല സങ്കല്പങ്ങളും കഥകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ക്രിസ്തു അവരിലെല്ലാം ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവർക്കും ഉണ്ടായിരുന്നു ഇതുപോലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ദൈവം സൃഷ്ടിച്ചിട്ട് പിന്നെ ചില ദൈവങ്ങൾ റിബല്ലിയസ് ആയിട്ട് തീർന്ന് അവരാണ് ഈ മെറ്റീരിയൽ വേൾഡ് സ്ഥാപിച്ചതെന്നൊക്കെ പറയുകയും ചെയ്യുന്ന രീതി അവിടെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അപ്പം ഇതുപോലുള്ള ഈ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ഹോസ്റ്റൈലായിട്ടുള്ള ദൈവങ്ങളെയും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പോയിന്റ് വിട്ടുപോയി, അതങ്ങ് മറന്നുപോയി. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായ കയ്യെഴുത്തൊക്കെയും വായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ഈ പറയുന്ന ദുഷ്ടശക്തികളെ എല്ലാം അവരുപയോഗിക്കുന്ന ആയുധവർഗമായിട്ടുള്ള വെറുപ്പും വിദ്വേഷവും അതുപോലുള്ള മനുഷ്യനിലുണ്ടായിരുന്ന അവർ മനുഷ്യൻ്റെ മനസ്സിനെ കീഴടക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന, നമുക്കറിയാം ഹവ്വയുടെ ഹൃദയത്തെ കീഴടക്കാൻ ഉപയോഗിച്ച ആ സെൽഫ് പിറ്റി എന്ന് പറയുന്നത്, അയ്യോ നീ ഇങ്ങനെയൊന്നും കിടക്കണ്ട, അല്ലെങ്കിൽ നീ ഇങ്ങനെ ആയിപ്പോയല്ലോ, അല്ലെങ്കിൽ നീ ദൈവത്തെ പോലെ ആകാതിരിക്കാൻ ദൈവം ചെയ്ത സൂത്രവാന്നൊക്കെ പറഞ്ഞ് ഹവ്വയുടെ ഹൃദയത്തിൽ കയറിപ്പോയ രീതികളൊക്കെ നമുക്കറിയാം. അപ്പം സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മനുഷ്യരാശിയെ കീഴടക്കാനും കബളിപ്പിക്കാനുമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവൻ്റെ എല്ലാ തന്ത്രങ്ങളെയും ആയുധവർഗങ്ങളെയും വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. റോമ രാജാക്കന്മാർ ജയം നേടി കഴിയുമ്പോൾ ആ സിറ്റിയിൽ വലിയൊരു പ്രൊസഷനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അവസാനം ആ വലിയ ജാഥയുടെ അവസാനം ഈ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വന്ന വ്യക്തികളെ അവരെ ഒന്നുകിൽ കൊല്ലും, മിക്കവാറും കൊല്ലുക ചെയ്യുന്നത്. അതുകൊണ്ട് ആ വചനത്തിൽ നമ്മൾ വായിക്കുന്ന 2 കൊരിന്ത്യരിൽ ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന എന്ന് പറയുന്നത് പോലെ തന്നെ പറയുകയാണ്, പിശാചിനെ ജയിച്ച് അവൻ്റെ അധികാര ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ പരസ്യമായ ജയോത്സവം കൊണ്ടാടി അതിനെ പരസ്യമായ കാഴ്ചയാക്കി. ഈ നോട്ടീസ് ബോർഡിൽ ഇട്ടെന്നൊക്കെ പറയുന്ന പോലെ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ഉള്ള എല്ലാവർക്കും അത് പ്രസിദ്ധമാകത്തക്കവണ്ണം യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ ജയമെന്ന് പറയുന്നത് അതുപോലെ ആ ആത്മീയ തലത്തിൽ, ദൈവിക തലത്തിൽ അത് അന്ന് തന്നെ പ്രസിദ്ധമാക്കപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ എല്ലാ ലോകത്തിലും പ്രഘോഷിപ്പിക്കപ്പെട്ട കാര്യം. അതിൻ്റെയൊക്കെ പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയല്ല. അവൻ്റെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ ജയോത്സവങ്ങൾ. ഇനി പിശാചിന് മനുഷ്യനെ ആക്രമിക്കാനും അവനെ കീഴടക്കാനും അവൻ്റെ ഭോഷ്ക് പറഞ്ഞ് അവനെ അടിമയാക്കാനും കഴിയാതെ വണ്ണം എല്ലാ നിലയിലുമുള്ള അധികാരം കർത്താവായ യേശു ക്രിസ്തു എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് അവനിൽ ആശ്രയിക്കുന്നതിൻ്റെ ഭക്തന്മാർക്കും ഇതേ അധികാരമുണ്ട്. ഇതേ അധികാരം അവർക്കും അവകാശപ്പെട്ടതാണ്. യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നതിലൂടെ കർത്താവ് നേടിയ വിജയം നമ്മൾക്ക് അത് റിപ്പീറ്റ് ചെയ്യാനായിട്ടാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഈ നാമത്തിൻ്റെ ശക്തി എവിടുന്നാ വന്നേ? ഈ ക്രൂശിലെ ജയത്തിൽ നിന്നാ വന്നേ. അവൻ വിധിക്കപ്പെട്ടു. ഇനി അവൻ്റെ വിധി നടപ്പാക്കാൻ പോകുന്ന കാര്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുക. അതാ സമയത്തിന് മുന്നേ ഞങ്ങളെ പീഡിപ്പിക്കാൻ വന്നോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ക്രൂശിൽ കയറുന്നതിന് മുന്നേ ദൈവത്വം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരോട് പറയുകയാണ്, അവൻ്റെ ദൈവത്വം പൂർണ്ണമായും വെളിപ്പെട്ട് മനുഷ്യരാശിയുടെ ശത്രുവായിട്ടുള്ള പിശാചിനെ അവൻ്റെ ആയുധവർഗമെല്ലാം വെപ്പിച്ച് അത് പരസ്യമായ വിളംബരമാക്കി, കാഴ്ചയാക്കി.
യേശുവിന്റെ നാമത്തിങ്കൽ സകല ഭൂലോകരുടെയും അധോലോകരുടെയും സകല നാമവും അവനെ മടങ്ങുന്ന നിലയിൽ ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ക്രൂശിലെ ജയം എന്ന് പറയുന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത, ഒരുപക്ഷെ ഇതൊന്നും ഗ്രഹിക്കാത്ത കുറേ പേര് എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും പറഞ്ഞ് മനുഷ്യനെ കബളിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ, ആത്മീയമായിട്ട് നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഏത് വ്യക്തിക്കും ഏറ്റുപറയാവുന്ന, ഞാൻ കർത്താവേ നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു, അത് യേശുവിൻ്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത്. അവൻ എനിക്ക് വേണ്ടി കാൽവരിയിൽ നിവർത്തിച്ച ആ യാഗത്തിൻ്റെ, അവൻ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുക കർത്താവേ. അവന്റെ നാമം നീതിമാൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാനുള്ള ഒരു ഗോപുരം എന്ന് പറയുന്നത് പോലെ, എല്ലാ അർത്ഥത്തിലും അവന്റെ നാമം നീതിമാൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാനുള്ള ഒരു ഗോപുരമായിട്ട്. എത്ര ഇതിനെപ്പറ്റി പറയണം എന്ന് എനിക്കറിയത്തില്ല. ദൈവം അനുവദിച്ചാൽ തിങ്കളാഴ്ച നമുക്ക് ബാക്കി പറയാം. അല്ലെങ്കിൽ ബിജോ ബ്രദർ ഇനിയിപ്പം സംസാരിക്കാതെ പോകേണ്ടി വരും. സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങൾ അന്തർലീനമായൊരു ഭാഗമാണ് ഇതെന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അവൻ ക്രൂശിൽ മരിക്കുമ്പോഴും അവൻ പൂർണ്ണമായ ദൈവമായിട്ട്. അപ്പം ദൈവത്തിന് മരിക്കാൻ പറ്റുമോ, ദൈവം എങ്ങനെ മരിച്ചു എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം മരണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ, ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വേർവിടിവിക്കപ്പെടുന്ന അനുഭവമാണ് മരണം. ആ നിലയിൽ തന്നെ കർത്താവും കാൽവരി ക്രൂശിൽ മരിച്ചു. അവൻ്റെ ശരീരവും അവൻ്റെ ആത്മാവും നമ്മൾ വേർവിടിവിക്കപ്പെട്ടു. എന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുന്ന ഒരു മിസ്റ്ററിയാണ് എന്ന് നമുക്കറിയാം. തുടർന്ന് പല കാര്യങ്ങളുണ്ട്. അതിന് ദൈവം അനുവദിച്ചാൽ നമുക്ക് തിങ്കളാഴ്ച രാവിലെ അതിനെപ്പറ്റി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ബിജോ ബ്രദറിനെ ക്ഷണിക്കുന്നു.